നോമ്പും ഉപവാസവും ഇന്നേറെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളായി മാറിയിട്ടുണ്ട്. ഇഷ്ടഭക്ഷണം വർജിക്കുക എന്നതാണത് എന്ന തെറ്റിദ്ധാരണ പലരും വെച്ചു പുലർത്തുന്നു. ഡയബറ്റിക് ആയ ഒരു വ്യക്തി ഏതായാലും നോമ്പുകാലമല്ലേ, ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും കുറെ കാലത്തേക്ക് ഉപേക്ഷിക്കാം, ആരോഗ്യം മെച്ചപ്പെടുമല്ലോ എന്ന് കരുതിയാൽ യഥാർത്ഥത്തിൽ എന്ത് ത്യാഗമാണ് അയാൾ ചെയ്യുന്നത്? കർത്താവ് പറയുന്നു, യെശയ്യാ 58:5, ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. ഉപവാസം ലക്ഷ്യമാക്കുന്നത് ശരീരത്തിന്റെ അല്ല, ആത്മാവിന്റെ ആരോഗ്യമാണ്. ഒരുവനെ എളിമപ്പെടുത്തുന്നതാണ് ഉപവാസം. ദൈവത്തിന്റെയും ലോകത്തിന്റെയും മുമ്പിൽ സ്വയം ചെറുതാകുന്നതാണ് ഉപവാസം. സ്വയം എളിമപ്പെടുന്നവൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കും. അവിടെ സ്നേഹവും സമാധാനവും പുലരും. ഇന്ന് വ്യക്തിബന്ധങ്ങളിലും കുടുംബങ്ങളിലും രാഷ്ട്രങ്ങൾ തമ്മിലുമുള്ള ശത്രുതയ്ക്ക് കാരണം ഈ എളിമപ്പെടലിന്റെ കുറവാണ്. ദൈവത്തോട് കൂടെ വസിക്കുന്നവന് അഹം എന്ന ഭാവം പ്രകടിപ്പിക്കുക അസാധ്യമാണ്. എന്താണ് ശരിയായ ഉപവാസമെന്ന് ശ്രീ കുര്യൻ തലയോലപ്പറമ്പ് വിശദീകരിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്തവ ജീവിതത്തിന്റെ രണ്ട് മുഖമുദ്രകളാണ് ഉപവാസവും പീഡാനുഭവ യാത്രയും. പഴയ നിയമ ജനത ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ചതിൻ്റെയും ദൈവസന്നിധിയിൽ എളിമപ്പെട്ടതിൻ്റെയും പിന്തുടർച്ചയാണ് അനുതാപത്തിന്റെ അടയാളമായി തിരുനെറ്റിയിൽ ചാരം പൂശി നമ്മൾ ആചരിക്കുന്ന 50 ദിന നോമ്പാചരണം. വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാനും വഴിയും സത്യവും ജീവനുമായി വന്ന യേശു ക്രിസ്തുവും ആഹ്വാനം ചെയ്ത മാനസാന്തരത്തിലേക്ക് മടങ്ങുകയാണ് നോമ്പാചരണങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. വാസ്തവമായും നമ്മെ ഭരിക്കുന്ന ജഡിക ചിന്തകളോടും ആത്മാവിനെതിരായ ആസക്തികളോടുമുള്ള നമ്മുടെ പോരാട്ടമാണ് നോമ്പാചരണം. നോമ്പാചരണത്തിലൂടെ ഒരുവൻ തൻ്റെ മനസ്സിനെ ചുട്ടുപഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി അഴുക്കും തുരുമ്പും മാറി മനസ്സ് പ്രകാശപൂർണമാവുകയും ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വരുന്ന ഒരു ചാനലായി ഉപവാസം രൂപാന്തരപ്പെടുകയും ചെയ്യും. തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനസ്സിനെയും തന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്ന കണ്ണുകളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന പ്രക്രിയയാണ് യഥാർത്ഥമായ ഉപവാസം. കൂടെ വസിക്കുക എന്നർത്ഥമുള്ള ഉപവാസ എന്ന സംസ്കൃത പദത്തിൽ നിന്നുരുവായ പദമാണ് ഉപവാസം. സ്വയമേ ഭക്ഷണം വർജിക്കുക എന്നർത്ഥമുള്ള ഫീസ്റ്റൈൻ എന്ന ആംഗ്ലോ സാക്സൺ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ഫാസ്റ്റിംഗ് എന്ന വാക്കുണ്ടായത്. ഉപവാസത്തിന്റെ ഗ്രീക്ക് നാമം ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നർത്ഥമുള്ള നീസ്റ്റിയ എന്നും ഉപവാസത്തിന്റെ ഹീബ്രു നാമം ചേർന്നിരിക്കുക എന്നർത്ഥമുള്ള ടിസം എന്നുമാണ്. പഴയ നിയമത്തിൽ ഉപവാസം എന്നേക്കുമുള്ള നിയമമായി ദൈവം മോശയ്ക്ക് നൽകുന്നതായി ലേവ്യരുടെ പുസ്തകം 16:29 കർത്താവിനെ ഉപേക്ഷിക്കാനും വിസ്മരിക്കാനും ഭക്ഷണ സമൃദ്ധിയും സുഖലോലുപതയും കാരണമാകുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നതായി നിയമാവർത്തനം 6:11 നാം വായിക്കുന്നു. ഭക്ഷണം ഒഴിവാക്കുന്നതിലൂടെ ശാരീരികവും ലൗകികവുമായ പ്രവർത്തനങ്ങൾ കഴിവതും കുറച്ച് കൂടുതൽ ഏകാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടി ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവമാണ് നോമ്പാചരണം. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിനെന്ന ജോയൽ പ്രവചനം 2:12 നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തുമെന്ന് ജെറമ്യ പ്രവചനം 29:13 കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ഉപവാസം. ദൈവിക സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിയുന്നതിന് ദൈവഹിതപ്രകാരമുള്ള സമർപ്പണമാണ് ഉപവാസം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന്
ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ദിനങ്ങളാണ് ഉപവാസ ദിനങ്ങൾ. എല്ലാവരും ഏക മനസ്സോടെ ദൈവത്തെ തേടുന്ന പ്രാർത്ഥനയുടെ കാലമാണ് ഉപവാസ കാലഘട്ടം. പ്രൈസ് ദ ലോർഡ്. നോമ്പും ഉപവാസവും കർത്താവിനോടൊപ്പം ജെറൂസലേമിലേക്കുള്ള യാത്രയുടെ കാലഘട്ടമാണ്. യേശുക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിലുള്ള ഭാഗഭാഗിത്വവും പങ്കാളിത്തവും നോമ്പിലും ഉപവാസത്തിലുമുണ്ട്. കർത്താവിന്റെ കുരിശെടുക്കാനുള്ള വിളി ക്രൈസ്തവന് ലഭിക്കുന്ന മഹാഭാഗ്യമാണ്. ജീവിതപാതയിൽ നാം കണ്ടുമുട്ടുന്ന ഈ എളിയവരിൽ ഒരുവൻ അനുദിനം ഈ മഹാഭാഗ്യം നമുക്ക് വച്ചു നീട്ടുന്നു. മുഖം നോക്കാതെ ശത്രുവിന് നന്മ ചെയ്യുമ്പോൾ അതവന് പശ്ചാത്താപത്തിന്റെ തീക്കനലായി അനുഭവപ്പെടുകയും നമ്മൾ ദൈവമക്കളായി രൂപാന്തരപ്പെടുകയും ചെയ്യും. ജീവിതകാലത്ത് ദരിദ്രന് നൽകിയതൊക്കെ ദൈവത്തിന് നേദിച്ചതാണെന്നും അവന് നൽകാതിരുന്നതൊക്കെ ദൈവത്തിന് നിഷേധിച്ചതാണെന്നും അന്ത്യവിധിയിലെ തെരഞ്ഞെടുപ്പിൽ വെളിപ്പെടുമെന്ന് മത്തായി സുവിശേഷം 25:45 കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഏറ്റവും ശക്തമായ ഉപാധിയാണ് നോമ്പാചരണം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് യോഹന്നാൻ 15:5 ഞാൻ ഈ ലോകത്തു നിന്നും എടുക്കപ്പെടുന്ന നാൾ വരുമ്പോൾ ശിഷ്യന്മാർ ഉപവസിച്ചു കൊള്ളുമെന്ന് ലൂക്ക 5:35 കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ശാരീരികമായി അകന്നുപോയ കർത്താവിനോട് ആത്മാവിൽ ഒന്നായിരിക്കാനുള്ള അവസരമാണ് ഉപവാസ ദിനങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാൻ മനസ്സ് വയ്ക്കാതെ ജനത്തിന്റെ ഉപവാസത്തിൽ ദൈവം പ്രസാദിക്കുകയില്ലെന്ന് യെർമിയ 14:12 തോന്നിയ പോലെ ജീവിച്ചിട്ട് അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒറ്റമൂലിയോ സ്വന്തം മഹത്വം പ്രദർശിപ്പിക്കാനുള്ള ഉപാധിയല്ല ഉപവാസമെന്ന് സഖറിയ പ്രവചനം 7:5 കർത്താവ് അരുളി ചെയ്യും. ദൈവഹിതം അനുവർത്തിക്കുന്നവരായി നാം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ദൈവസന്നിധിയിൽ പ്രീതികരമാകുന്നത്. ഉപവാസം ചൈതന്യം നിറഞ്ഞതും അതിൻ്റെ ലക്ഷ്യം ശ്രേഷ്ഠവുമാകുമ്പോഴാണ് അത് ദൈവസന്നിധിയിൽ പ്രീതികരമാകുന്നത്. എന്നാൽ യഹൂദ മത നേതാക്കന്മാർ ആചരിച്ചിരുന്ന ഉപവാസവും പ്രാർത്ഥനയും ധർമ്മദാനങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ മേനി നടിക്കാനുള്ള പൊള്ളയായ ഭക്തി പ്രകടനങ്ങൾ മാത്രമായിരുന്നു. ദുഷ്ടലാക്കോടെ ഉപവസിക്കുന്നതും ഉപവാസത്തിന് ആഹ്വാനം ചെയ്യുന്നതും ദൈവകോപത്തിനും ശിക്ഷാവിധിക്കും കാരണമായി തീരുന്ന ഒരു ഉപവാസത്തെക്കുറിച്ച് 2 രാജാക്കന്മാർ 21:8 നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് പ്രീതികരവും യഥാർത്ഥവും സൗഖ്യദായകവുമായ ഉപവാസം എന്താണെന്ന് യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശയ്യാ പ്രവചനം 58:6 ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. സങ്കീർത്തകന്റെ മനോഹരമായ പ്രാർത്ഥനയെ നമുക്ക് നോമ്പുകാല പ്രാർത്ഥനയായി ഏറ്റെടുക്കാം. സങ്കീർത്തനങ്ങൾ 19:14 എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രജയുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഒരു രാജാവ് അനുഷ്ഠിക്കുന്ന അപൂർവവും ഹൃദയസ്പർശിയുമായ ഒരു ഉപവാസത്തിന്റെ കഥ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. രക്ഷിക്കാനും ശിക്ഷിക്കാനും വധിക്കാനും വിധിക്കാനും അധികാരമുള്ള ദാരിയൂസ് രാജാവ് തൻ്റെ സമസ്ത അധികാരങ്ങളും നിഷ്പ്രഭമായ ഒരു പകലിന്റെ അന്ത്യത്തിൽ തൻ്റെ പ്രാണസ്നേഹിതനായ ദാനിയേലിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന മഹത്തായ ഒരു ഉപവാസത്തിന്റെ കഥയാണത്. ദാരിയൂസ് രാജാവിന് പ്രിയപ്പെട്ടവനും അവന്റെ ദേശാധിപതികളുടെ തലവനുമായിരുന്ന ദാനിയേലിനെ ചതിവിൽ വധിക്കാൻ മറ്റ് ദേശാധിപതികൾ എഴുതിയുണ്ടാക്കിയ വിളംബരത്തിൽ മറഞ്ഞിരുന്ന കെണി തിരിച്ചറിയാതെ തന്റെ മുദ്രമോതിരം കൊണ്ട് ഒപ്പുവെച്ച വിളംബരത്തിലെ വ്യവസ്ഥയനുസരിച്ച് രാജാവിന് തന്റെ പ്രാണസ്നേഹിതനെ തന്നെ സിംഹക്കുഴിയിലെറിയാൻ കൽപ്പന കൊടുക്കേണ്ടി വന്നു. സൂര്യൻ അസ്തമിക്കുന്നവരെ
ദാനിയേലിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി രാജാവ് പരിശ്രമിച്ചു. പക്ഷെ വിജയിച്ചില്ല. തന്റെ മുദ്രമോതിരം കൊണ്ട് ഒപ്പുവെച്ച വിളംബരം അലംഘനീയമാണെന്നറിഞ്ഞ ദാരിയൂസ് രാജാവ് തന്റെ നിസ്സഹായതയിൽ ഇസ്രായേലിന്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. തീവ്ര ദുഃഖഭാരത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയ ദാരിയൂസ് രാജാവ് പക്ഷെ തന്റെ സ്നേഹിതനെ മറന്നു കളയാൻ തയ്യാറായില്ല. തന്റെ സമസ്ത അധികാരങ്ങൾക്കും രാജകീയ പ്രൗഢിക്കും രക്ഷിക്കാൻ കഴിയാതെ പോയ ദാനിയേലിനെ പ്രതി രാജാവ് ആ രാത്രി മുഴുവൻ ഉപവസിച്ചു. ലീലാ വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. നേരം പുലരാൻ വേണ്ടി അവൻ അക്ഷമനായി കണ്ണീരോടെ കാത്തിരുന്നു. വചനം പറയുന്നു, അതിരാവിലെ രാജാവ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്ന് കരഞ്ഞു വിളിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന് ദാരിയൂസിന്റെ കാതുകൾക്ക് പീയൂഷനാദമായി കുഴിയുടെ അടിത്തട്ടിൽ നിന്നൊരു ശബ്ദമുയർന്നു. രാജാവ് നീണാൾ വാഴട്ടെ. തന്റെ മുമ്പാകെ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ. സന്തോഷത്താൽ മതിമറഞ്ഞ ദാരിയൂസ് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിക്കുകയും അവനെ കുഴിയിൽ വീഴ്ത്താൻ കെണിയൊരുക്കിയ ദേശാധിപതികളെല്ലാം അവരുടെ മുഴുവൻ കുടുംബാംഗങ്ങളോടൊപ്പം സിംഹക്കുഴിയിലേക്ക് എറിയുകയും ചെയ്തു. ക്ഷണനേരം കൊണ്ട് അവരെല്ലാവരും ഒടിഞ്ഞു നുറുങ്ങി പട്ടിണി കിടന്ന സിംഹങ്ങളുടെ അടിവയറ്റിൽ അമർന്നു. അതുമാത്രവുമല്ല, നിത്യനും ജീവിക്കുന്നവനുമായ ദാനിയേലിന്റെ ദൈവത്തിനു മുമ്പിൽ എല്ലാവരും ഭയന്നു കുറയ്ക്കണമെന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും രാജ്യവ്യാപകമായി കൽപ്പന പുറപ്പെടുവിച്ചു. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം, അത് രക്ഷയായാലും ശിക്ഷയായാലും കുടുംബം മുഴുവൻ അതിന്റെ ഓഹരിക്കാരായി രക്ഷയോ ശിക്ഷയോ ഏറ്റുവാങ്ങുന്ന പല സന്ദർഭങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. ആഖാന്റെ പാപനിമിത്തമായി പട്ടണത്തിൽ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് ആഖാൻ മാത്രമല്ല, അവനോടുകൂടെ മുഴുവൻ കുടുംബാംഗങ്ങളും ആഗോർ താഴ്വരയിൽ കല്ലേറ് കൊണ്ട് കൊല്ലപ്പെടുന്നതായി ജോഷയുടെ പുസ്തകം 7:25 നാം വായിക്കുന്നു. അതുപോലെ കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ തന്റെ ലംഘനങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ സക്കേവൂസ് മാത്രമല്ല, അവന്റെ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെട്ടു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Believe in the Lord Jesus and you and your household will be saved. Praise the Lord. Amen.